അവനും മുണ്ടാ. ബാബു ഡ്രൈവറാ. റോൾസ് റോയ്സിന് ഡ്രൈവറാ. റോൾസ് റോയ്സിന് കിടക്കല്ലേ ഇനിമാ ഒക്കെ ഒട്ടിക്കാൻ കിട്ടുന്ന ലെക്കാണ്. ഹലോ നീ ഡ്രൈവറാ? മള്ളി 40 ലക്ഷം ഒരു മണിക്കൂറിന്, 50 ഈ ഇമാതിരി ഇതെല്ലാം തോണ്ടിട്ട് 15 ലക്ഷം. മള്ളി ബെറ്റർ ജോബ്. കാശ് കഴിച്ച നീ വണ്ടി ഓടിക്കാൻ കൊണ്ടുവന്നാണോ? അല്ല മള്ളി, ഈ കാണുന്ന ഫാക്ടറി ഉണ്ട് ഓപ്പോസിറ്റ്, ഒന്ന് നോക്കിയാ തിരിഞ്ഞ്. ഈ ഫാക്ടറി അല്ല അവരുടേതാണ്. ഈ കാണുന്ന ഫാക്ടറി അത് തോണ്ടി കാണിച്ചിട്ട് അവിടെ പോയി മറ്റേ കുഴിമാന്താനൊന്നും എന്നോട് പറയരുത്. ഇല്ല മള്ളി, അതൊന്നും ചെയ്യണ്ട മള്ളി. അവർക്ക് 50 ഇവൻ കേട്ടല്ലേ ഈ ജോലിക്ക് വേണ്ടി കുറെ പേര് തള്ളിക്കൊണ്ട് നിൽപ്പുണ്ട് മള്ളി ഇവിടെ. സത്യം ഇവ 5 പേര് ജോലിയൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കിട്ടിയ കൺഫേം ആയിട്ട് എടുക്കും 50. സത്യം. അവന്റെ കൈ ഒരിടത്ത് ജോലിയും വാ ഒരിടത്ത് ജോലിയും ഒരു ജോലിയും മള്ളിക്ക് അറിഞ്ഞോളവനെ. മള്ളി മള്ളി ഒന്നുമില്ല, ഒരു സിമ്പിൾ ഇന്റർവ്യൂ അകത്ത് അറ്റൻഡ് ചെയ്ത് ഈ ജോലി എങ്ങനെയും മള്ളി ഒന്ന് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ മീൻ പിടിക്കണം. കുറച്ച് ഗ്രൈൻഡിങ് ടാർഗറ്റ് ലീഡർ ഒന്നും കൊടുത്തില്ലെങ്കിൽ ചില അച്ചുകൾ ചോദിക്കും എന്ത് ജോലി ചെയ്തു ചോദിക്കും. എന്താ ഗ്രൈൻഡ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ചോദിക്കുന്നവരെ ഞാൻ മറ്റേ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് ലീഡറിനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ ഇറക്കും. അത് വേറെ കാര്യം. പക്ഷെ മനസ്സിൽ തട്ടും, എന്നാലും അത് മനസ്സിൽ തട്ടും. അപ്പൊ നമ്മളത് എന്തെങ്കിലും ഒരു പൈസ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ എനിക്ക് വലിയ പണിയൊന്നും എടുക്കാതെ കുറച്ച് പൈസ കിട്ടണം മള്ളി. അതാണിത് മള്ളി. അവര് ചോദിച്ചു ഇച്ചിരി ബുദ്ധിയും വിവരവും ഉള്ള ഒരാളെ ജോലിക്ക് കിട്ടുമെന്ന് ചോദിച്ച്, അത് അവര് വേറൊരാളോട് ചോദിച്ചു. പക്ഷെ ഞാൻ അത് കേട്ട്. അപ്പൊ ഞാൻ ഡ്രൈവറല്ലേ, ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോ ഇവർ ആരും ഫോൺ വിളിച്ച് ചോദിക്കണേ കേട്ടു. അതായത് കണക്ക് കാര്യങ്ങൾ നോക്കാൻ ഒരു പീല വേണം. അതാണ് അവര് കൺഫോം ചോദിച്ചത്, ബുദ്ധിയാണ്. അപ്പൊ ഞാൻ കൺഫേം ആയിട്ട് വിചാരിച്ചു മലയാളി ഇത് മലയാളിക്ക് എന്തായാലും ഈസി ആയിട്ട് പറ്റും. അപ്പൊ ഞാൻ എടുത്ത് തന്നെ ഇതേപോലെ എന്റെ മലയാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർ ഞാൻ പറഞ്ഞു ഇതെല്ലാം അവരുടെ സ്റ്റാഫുകളാണ്. മൊത്തം സ്റ്റാഫുകളാണ്. ഇത് പല ജോലിയാണ് മള്ളി. ഇവരുടെ കമ്പനിയുടെ പേര് കോയ പ്രൈവറ്റ് ലിമിറ്റഡ്സ്. ഗോയ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൽ ഒരാളുടെ പേര് അലിക്കോയ, ഒരാളുടെ പേര് അണ്ടിക്കോയ. ഇവർ രണ്ടുപേരാണ് ഓണേഴ്സ്. ഇവരെ സോപ്പ് ജസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായ മൊഴലി സിറ്റിയിലെ നമ്പർ 1 കോടീശ്വരനാവുന്നേ. മള്ളി ഗൺ സോപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന 2 പമ്പും കൂടെ വാങ്ങിക്കാൻ നമുക്ക്. മള്ളി വേറൊരു കാര്യമുണ്ട്, അവർക്ക് മക്കളില്ല. മൊലാലിയൊന്ന് വേണമെന്നും വെച്ച് നിന്ന് കഴിഞ്ഞാ ചിലപ്പോ ഈ ഫാക്ടറി വരെ ഇരുത്തി വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വെറുതെ ഒന്നും മൊലാലിയെ വിളിച്ചോണ്ട് പറയല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. അവിടെ ചെന്നിരുന്ന് കരഞ്ഞാലോ? വിളിക്കേ അല്ല, അണ്ടിക്കോയെ കണ്ടപ്പോ മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ തോന്നിയെന്ന് പറഞ്ഞ കരഞ്ഞാലോ? അത് വേണം മള്ളി. ആദ്യമേ വലിയ കളയണ്ട. അച്ഛനില്ലാത്ത ആൾക്കാരാണെങ്കിൽ വീഴും, ഉറപ്പായിട്ടും വീഴും. അല്ല അവർക്ക് അച്ഛനുണ്ടെങ്കിലോ? നീയല്ലേ പറഞ്ഞ അവർക്ക് അച്ഛനില്ലെന്ന്? അവർക്ക് മക്കളില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ മക്കൾക്ക് അച്ഛനില്ലാത്തത്. മക്കളില്ല. മള്ളി കുഴപ്പമില്ല, ഒരു അച്ഛനില്ലാതെ വളർന്ന മകനാണെന്നുള്ളൊരു ഡയലോഗ്. ഇപ്പൊ 1 കോടിക്ക് എന്തായാലും അച്ഛൻ വിളിക്കേണ്ടി വരില്ല. കൂടുതൽ വേണമെങ്കിൽ മള്ളി ഇഷ്ടം പോലെ. സിറ്റിയിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ വിളിച്ചിട്ടില്ല. ഒരു കോടി കിട്ടുമെങ്കിൽ ഞാൻ വിളിക്കാം. ഇല്ല മള്ളി, ഇല്ല, അതിന്റെ ആവശ്യം വേണ്ടിയില്ല മള്ളി. മള്ളി ഒന്ന് വിചാരിച്ച് അവരെ കൂടെ അവർ പറയുന്ന ജോലിയൊക്കെ ചെറിയ രീതിയിൽ. ഞാൻ ഡ്രൈവറാണ് മള്ളി. അപ്പൊ ഇല്ല മള്ളിക്ക് വണ്ടി ഓടിക്കേണ്ടി വരത്തില്ല. മനസ്സിലായില്ലേ? പറ്റും മള്ളി. ഞാൻ വിശ്വസ്തനായ ഡ്രൈവറാണ്. സത്യം പറഞ്ഞ 2 ദിവസമായെങ്കിലും ഇവര് സിറ്റിയിൽ അവർ ഇതുവരെയും കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവർ ഞാനാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതാണ് കോമഡി. മലയാളി ഞാൻ വിളിക്കൂല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എന്റെ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ അകത്ത് വരുമ്പോ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫ്രണ്ടേന്ന് വിളിച്ചോളാം. എടാ 50
നിന്റെ ജോലിക്കുള്ള എന്തെങ്കിലും നിനക്ക് പിന്നെ എന്തെങ്കിലും ഇൻക്രിമെന്റ് വാങ്ങിച്ചു തരാം. നീ 15 ലക്ഷത്തിനല്ലേ ജോലി ചെയ്യുന്നത്, ഞാൻ 20-25 ആക്കി തരാം. വാ നീ മുകളിൽ ഇന്റർവ്യൂ കഴിയുമ്പോ അകത്തോട്ട് പോയേ. ചാറ്റിലെന്താ അടിവല്ലോ ആണോ? ഒരു കിടക്ക് ബാബു, ഒരു കാര്യം പറയാൻ മറന്നുപോയി. പ്രസന്റേഷൻ കേട്ടോ. 600K. 600 കൺഗ്രാറ്റ്സ് മുരളി. 600K. ചെലവ് വേണം, ചെലവ്. ഇല്ല ഞാൻ 600 അടിച്ചില്ല. എന്നല്ലേ 2 സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം ഓക്കെ, ടണൽ ടൈറ്റൻസ് അതാണ് ഈ ഓഫീസിന്റെ പേര് കേട്ടോ. ടണൽ ടൈറ്റൻസ് കോയ ബ്രദേഴ്സ് അല്ലേ? അലിക്കോയ. അണ്ടിക്കോയ. അയ്യോ, അപ്പൊ താരക്ക് നിപ്പുണ്ട് കേട്ടോ ഓൾറെഡി. വേറെ ജോലി കൊടുക്കൂ. എക്സ്ക്യൂസ് മീ സാർ. അകത്തോട്ട്. ജോലി നോക്കി വന്നാണോ? ഹലോ, എങ്ക പാത്താൽ ഇവനാണല്ലോ ബ്രോ ഇത് ക്യൂ ആ. ഒരാളും കൂടെ കഴിഞ്ഞ മുരളിയാണേ. ഒരാളും കൂടെ കഴിഞ്ഞ എന്തൊരു പരിപാടി? മുരളി ഒരാളും കൂടെ കഴിഞ്ഞ മുരളിയാണ്. ഹലോ, ഹലോ, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയതാണോ? അതല്ല, ഞങ്ങള് ഇവിടെ എന്റെ ഒരു പരാതി കൊടുക്കാൻ പോയതാ. പരാതി എന്തിനാ ഇവിടെ കൊടുക്കണേ? ഇവിടെ താഴെ പണി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ അടിയിലെ മൈനിങ്. ഓ, മൈനിങ് ചെയ്യുന്നിടത്ത പരാതി മുതലാളികളോട് പറയാൻ വന്നതായിരിക്കും അല്ലേ? ഇവിടെ ഒരു വെള്ള ഗ്യാസ് പൊട്ടു. അപ്പൊ അത് ഇങ്ങനെ ശ്വാസം മുട്ടി ഞാൻ ഇങ്ങനെ KGF ആണ് ഇത്. അണ്ണന്റെ അടിയിൽ പോയി കണ്ടാ നമ്മൾ പേടിച്ചു. സത്യം. മനസ്സിലായി. അപ്പം പുലിമടയിലാണ് ഇരിക്കുന്നത്. മനസ്സിലായി. ഇവന്റെ പടിയെടുക്കാൻ വിളിച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശമ്പളം ഭയങ്കര കുറവല്ലേ? ശമ്പളം ശമ്പളം അതാണ് ഏറ്റവും വലിയ അടിയായി പോയത്. ഈ ശമ്പളം കുറവായോണ്ടേ ജോലി ഇല്ല. വേറെ എന്ത് ചെയ്യും ഇപ്പം? ഈ അമ്പത്തൂര് ഇങ്ങനെയൊക്കെ പറയും. അത് കേട്ടുണ്ടല്ലോ, ഗ്രൈൻഡിങ് ഡേ അവൻ എവിടെ ചന്തി വിറ്റിട്ടാണേലും അവൻ ഒരു 20 കോടി അല്ല 40 കോടി കൊണ്ടായിരിക്കും വരുന്നത്. അവരുടെ എല്ലാം കഴിഞ്ഞു. അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞു. മള്ളി എക്സ്ക്യൂസ് മീ പറഞ്ഞ കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ ബാബു, ഇൻഫർമേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ പൂർണ്ണ പൈസയാണ്. തോക്കെടുത്ത് 2 വെടിവെച്ച് വന്നിട്ട് തമ്മിൽ മുദ്രപത്രം എഴുതി മേടിച്ച് KGF കൊണ്ട് സ്വന്തമാക്കിയാലോ? ഇതിന്റെക്ക് ലോക്കറിന്റെ പാസ്വേഡ് അറിയാവോ? ഇല്ല. മുദ്രപത്രം എവിടെ ഇരിക്കുന്ന അറിയാവോ? ഇതൊക്കെ ആദ്യം അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എവിടെ നിൽക്കണെന്ന്. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്ലാൻ നോക്കാം. ഈ പ്ലാൻ തന്നെ എല്ലായിടത്തും വർക്കൗട്ട് ആവോ? കൂടെ നിന്ന് പഠിച്ചിട്ട് തിരിച്ചു പറത്താനാണെങ്കിൽ പാട്ടി. സാർ മേ കമിൻ? കേക്കുന്നില്ല, സൗണ്ട്. സാർ മേ കമിൻ? അകത്തോട്ട് വരാൻ നോക്കിക്കോളാം. സാർ മേ കമിൻ? വെള്ളത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാണ്ട് സാർ മേ കമിൻ? നമ്മുടെ മനക്കിട സേതുല്ലേ, അവനെ വിളിച്ചാൽ മതി. എന്ത് വലിയ ഡിസ്കഷനിലാണ്. എന്താണ് മടി? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്. ഇരുന്ന് കഴിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? ആഹാ, കൊള്ളല്ലോടാ അലിയേ. എന്താണ് ഇവിടെ നടക്കണത്? അണ്ടി സാറിന് 2 പേർക്കും എന്റെ നമസ്കാരം. ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് ബാസു. നമസ്കാരം. ബാസുവിനെ പറ്റി ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നാ ബാബു? അണ്ടി സാറിനെ പറ്റി എപ്പോഴും പറയും. 100 നാവാണ് അണ്ടിയെ പറ്റി. വിളിക്കല്ലേട്ടാ, എനിക്കത് ഇഷ്ടമല്ല. സാറിനെ ഞാൻ ഇഷ്ടമുള്ളവരൊക്കെ അണ്ടിയേ എന്നാ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാ മതി. ഒന്ന് വിളിച്ചാ കേക്കട്ടെ. അണ്ടിയേ അതല്ലേ നമ്മുടെ ആൾക്കാര്. വാസു ഏതോരെ പഠിച്ചു? ഞാൻ BSc വിഷ്വൽ മീഡിയ ആയിരുന്നു. ഗ്രാഫിക് ഡിസൈൻ, ഫോട്ടോ ഒക്കെ എടുക്കും. ഫോട്ടോ പോസ്റ്റോട്ടിക്ക് അറിയാവടാ എനിക്ക്?
പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടില്ല അണ്ടിയെ. നമ്മള് ഈ എനിക്ക് ഈ പറഞ്ഞ പണിയൊന്നും വിട്ടിട്ടില്ലേ ഈ സാർ അല്ലെ പുള്ളിക്കാരിയും പുള്ളി ഇതിനു മുന്നേ ഒരു അണ്ടി ഫാക്ടറി നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കി ചോദിച്ചെന്താ വെച്ചാ അലിയേ നമ്മടെ അണ്ടിയെ നമ്മടെ കറക്റ്റ് ആളിനെയുള്ളടാ ബാബു നീ കൊണ്ടുവന്നേ. നമുക്ക് പരിപാടികളൊക്കെ അറിയാം. എന്ത് വേണം നമ്മൾ സെറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ പൈസ ആക്രാന്ന പരിപാടികളൊന്നുമില്ല. നമ്മള് കൂടെ നിൽക്കും. എന്തിനും ഏതിനും കൂടെ നിൽക്കും. പരിപാടിയൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങള് ആള് ക്യാമനാന്ന് പറഞ്ഞോണ്ടാ നമ്മള് വിളിപ്പിച്ചത്. നമുക്കിവിടെ പറഞ്ഞ വിശ്വസ്തനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ല വേണ്ടിയേ? അതെ, കൂടെ നിൽക്കുന്ന ആളാണ് നമുക്ക് വേണ്ടത്. അത് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. പൈസ ഒന്നും ഒരു പ്രശ്നമല്ല. അണ്ടിയെ നമ്മള് കൂടെ ഉണ്ട്. അതാണ് ആ സ്പിരിറ്റ് കണ്ടാ. അപ്പൊ എന്റെ ജോലി അക്കൗണ്ടിലൊരു 2 ഫ്രൂട്ടി 3 ഫ്രൂട്ടി ഒന്ന് വാങ്ങിച്ചിട്ട് കടിക്കാന് 2 വട എടുത്തോ. ഇന്നൂടാ തൊളന്നല്ല വലിയത് നോക്കി എടുക്കണം കേട്ടാ. ചെറുതല്ല തൊളയില്ലാത്ത തൊള. അങ്ങനെ ഒരു ഇതുണ്ടേ. അലീക്കാക്ക് തൊളയില്ലാത്ത എനിക്ക് തൊള വലുതുള്ളതാണ് കഴിക്കാറ്. അതെ അതെ. എന്റെ ജോലി എന്തൊക്കെയാണ്? ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി? ജോലി എന്ന് പറഞ്ഞ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാ ഹനനമാണ്. ഞങ്ങള് അലിയ ഒറ്റ കാര്യം ചോദിക്കാം. നമ്മള് ജോലിക്ക് വരുന്നതിന് മുമ്പ് ആദ്യം അറിയണ്ട നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞേ. ടണൽ ടൈറ്റൻസ്. അടിപൊളി അലിയേ. എന്തരിത് ഭാഷ ഉറപ്പിക്കരുതട്ടാ. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് പറഞ്ഞ ആളുണ്ടായിരുന്നു. നമ്മുടെ ബാബു പഠിച്ചിട്ടോന്നൊക്കെ പറഞ്ഞു അലിയ. സാർ നിങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി അല്ലേ? നിങ്ങളെ രണ്ടുപേരെയും ബാബുവേ കമ്പനിയുടെ പേര് ചോദിച്ചപ്പോഴേ പറഞ്ഞെന്തോന്നറിയോ? ടണൽ ടൈറ്റൻസ് എന്ന്. അയ്യോ സാർ നമ്മളെ ഈ ഓഫീസിന്റെ പേരാ പുള്ളി പറഞ്ഞത്. മൊത്ത കമ്പനിയുടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മൊത്ത കമ്പനിയുടെ പേര്. ഒന്നും വേണ്ട സാർ, ഒന്നും വേണ്ട. വേണോ? ഇല്ല ഞാൻ കഴിച്ചിട്ടാണ്. ഞങ്ങള് കോയ ഫാമിലീസ് പണ്ട് തൊട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ഹനനം, അതായത് റൂബി, സ്വർണം, വിത്ത് റൈറ്റന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് നമ്മുടെ മെയിൻ സാധനങ്ങള്. നമ്മൾ ഇതൊക്കെ വിറ്റാണ് നമ്മള് ഈ ഒരു ലെവലിൽ എത്തിയത്. മനസ്സിലായ? ഹനനം നല്ലല്ലോ സാർ. ബിഷപ്പ് ബാബു അലിയേ അതങ്ങോട്ട് പിടിക്കില്ലട്ടാ. നമ്മള് സാർ ഞാൻ പെട്ടെന്ന് അങ്ങനെ സംസാരിച്ചെന്താന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയാലും തിരുത്താൻ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. മനസ്സിലായോ? അഥവാ നാളെ നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു മൂവ് ആണെങ്കിലും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇതാക്കി പറഞ്ഞത് സാർ. അല്ലാതെ ഒരിക്കലും സാറിനെ ഞാൻ മറ്റേ എതിർത്ത് പറഞ്ഞോ അല്ല തിരുത്താൻ വന്നതോ അല്ല. ഇവൻ കൊള്ളാം കേട്ടാ. ബാബുവിനെ പോലല്ല. വാസുവേ എന്തോ ബാബുവിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലാട്ടോ കണ്ടത്. അതാ ഇത്ര റൂഡായിട്ട് സംസാരിച്ചേ. നമ്മൾ ആ ഒരു ലെവലേ പ്രതീക്ഷയുള്ളൂ. ഇത് കൊള്ളാലോടാ. കൊള്ളാം, പൊളിയാണ്. കൊള്ളാം, നല്ല വെടിപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പുള്ളിയെ വാസുവിനെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. അപ്പൊ പുള്ളിയായിട്ടുള്ള അത്രയും വലിയൊരു ബന്ധമുണ്ട് എനിക്ക്. അപ്പൊ അതാണ് ഞാൻ 100% ഉറപ്പ് നിങ്ങൾക്ക് പറയുന്നത്. പുള്ളിക്ക് ഇതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ട്. എനിക്ക് മുട്ടാനിക്കറാ കുഴപ്പമില്ലെന്നേ. അതെങ്ങനെയാണ് നമ്മള് ചേട്ടനും അന്യനുമാണ്. പറ്റി പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അലിക്കോയ ഞാന് അണ്ടിക്കോയ അനിയൻ. സ്നേഹമുള്ളവര് അലിയേന്നും അണ്ടിയേന്നും വിളിക്കും. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് പറ. അലിക്കോയ അണ്ടിക്കോയ. അപ്പൊ എന്താ കമ്പനിയുടെ പേര്?
കോയ കോയാൻകോ കോയാൻകോ അതെ കോ ആൻഡ് കോ. കോയാൻകോ. അതെ. അതെ കൊള്ളാം സാർ. നിങ്ങളൊക്കെ ശരിക്കും ലിവിങ് ഇൻസ്പിറേഷൻസ് ആണ് ഈ സിറ്റിയിൽ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഞാൻ സാർ, എനിക്ക് കൊച്ചിലോട്ടുള്ള ആഗ്രഹം നിങ്ങളെ പോലൊക്കെ ഒരാളാവണം എന്നാണ്. അതായത് ഇവിടെ ഓരോരുത്തന്മാർ സാറിന് ഇപ്പൊ എന്നെ കൊണ്ടെടുത്ത് വെളിയിലെടുത്ത് കണ്ട ഗ്ലാസ് ഒക്കെ തുറച്ച് നീല മുടി കെട്ടി കിടക്കണ്ട. ഇത് തന്നെ പടി. എന്ത് വേണേ ചെയ്യും. ഒരു 50 രൂപ കൊടുക്കാന്ന് പറഞ്ഞാ, ഇപ്പൊ പറയാ നാട്ടില് ഇപ്പൊ 50 രൂപ അവന് കൊടുക്കാന്ന് പറഞ്ഞാ നാട്ടിൽ SA വരെ തല്ലാൻ പോവാൻ റെഡിയാണ്. മനസ്സിലായോ? പണിയുണ്ട്. അവനുള്ള പണിയൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു പയ്യനാണ് അത്. പക്ഷെ നമ്മൾ അടിക്കുമ്പോ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ കുറച്ച് വമ്പൻ അടി അടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾ കോയ അണ്ണന്മാര് എന്നെ ഇതിനകത്ത് എടുത്തു എന്ന് വിചാരിച്ചു. ഇന്ന് തൊട്ട് നാളത്തേക്ക് പടപടപടേ ഈ കമ്പനി ഇപ്പൊ നിൽക്കുന്ന ഗ്രാഫിൽ നിന്ന് ഒരു 2 ലെവൽ മുകളിലോട്ട് പോണ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അത്രക്കൊക്കെ നമ്മുടെ വാസു ചിന്തിക്കണമെങ്കിൽ ആലോചിച്ചോണം. ഭയങ്കരായിട്ട് അങ്ങ് ഇൻട്രസ്റ്റഡ് ആയിട്ടാ ഈ പോക്ക് പോയാ അണ്ടിയേ ഇവൻ നമ്മളിരിക്കണ സീറ്റില് ഒരു 4 മാസം ആകുമ്പോ ഇരിക്കും. അയ്യോ, അങ്ങനെ ഒരിക്കലും എന്നെ കാണരുത്. അങ്ങനെ ഒരിക്കലും എന്നെ കാണരുത്. ഞാൻ നിങ്ങളെ ഒരുമാതിരി ചതിച്ച് മറ്റേ ഇതാക്കി അല്ലെങ്കിൽ ഇതൊക്കെ സ്വന്തമാക്കണം, അങ്ങനെ എനിക്ക് ഒരിക്കലും ഇല്ല. എപ്പോഴും എനിക്ക് ആ ഒരു നന്ദി ഉണ്ടാവും. അതായത് നിങ്ങൾ എന്നെ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു നന്ദി ജീവിതകാലം മൊത്തം എനിക്ക് നിങ്ങളോട് ഉണ്ടാവും. എന്റെ ദേഹത്ത് ഒരു എന്റെ ചോര കണ്ടിട്ടേ നിങ്ങളുടെ ദേഹത്ത് ഒരു മണ്ണ് പോലും വീഴുള്ളൂ. കൊള്ളാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് എണീറ്റിട്ട് നമുക്ക് ബാക്കിയുള്ള അപ്പൊ ചെറുക്കൻ എന്തായാലും നമ്മള് നോക്കി അതിൽ വെച്ചിട്ട് ഭേദമാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോവണ. അല്ലല്ലോ ഞാൻ അപ്പൊ നമുക്ക് താഴത്ത് നമ്മുടെ വർക്കിംഗ് ഏരിയയും ഫാക്ടറീസൊക്കെ ചുറ്റി കണ്ടാലും പോകുന്നതിന് മുന്നേ അത് എന്റെ ഒരു മറ്റൊരു സുഹൃത്താണ് അമ്പതോടി അല്ല അമ്പു. അവനോട് ആരാധം പറഞ്ഞ എക്സ്ക്യൂസ് മീ അകത്ത് കയറാൻ പെർമിഷൻ ചോദിക്കണം. വെളിയിലോട്ട് നിൽക്കണം, ഞങ്ങൾ അറിയിക്കാം. അന്നേരം മാത്രം അകത്തോട്ട് വന്നാൽ പ്ലീസ് വെളിയിലോട്ട്. പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് സാർ, ഞാൻ വെളിയിൽ ഇറക്കിയിട്ടുണ്ട്. വാസു നീ കൊള്ളാം കേട്ടാ, എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒരാളിനെ കണ്ടിട്ടില്ല. അണ്ടിയെന്ന് വിളിക്കുമ്പോ തന്നെ എന്താ സുഖല്ലേ വലിയേ. സത്യം നിന്നങ്ങ് കിടക്കാനും പറക്കാണ്. അപ്പൊ നമ്മുടെ ജോലിയുടെ കാര്യത്തിലോട്ട് പോവല്ലേ. ആളെ വിളിക്കണോ? ഞാൻ വേണമെങ്കിൽ വിളിച്ചിട്ട് വരാം. പുള്ളിക്ക് എന്തോ പറയാനുണ്ട്. വിളിച്ചിട്ട് വരും. Come inside. One second. കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. ഒന്ന് കൈ വെക്ക്. ഒന്ന് കുനിഞ്ഞു. നിന്റെ ആവശ്യമുണ്ട് പൈസ. കണ്ട ഇവനെ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. കാരണം കുനിയാൻ പറഞ്ഞപ്പോ കുനിയുന്ന മരുന്ന് ഇവിടെ വേണ്ടാ. കുനിയാൻ പറഞ്ഞപ്പോ കുനിഞ്ഞു അല്ല സാർ, ബഹുമാനം കൊണ്ടാണ് സാർ. ബഹുമാനം കൊണ്ട് കമ്പനിയിൽ കുനിയുന്ന ഒരുത്തനില്ലടാ. മനസ്സാൽ ഞാൻ ഇങ്ങനെ കൂലി கிடைச்சா போதும் சார். நான் செய்வேன் சார். இந்த சிட்டிக்காக നമുക്ക് വേണ്ടത് വാസുവിനെ പോലത്തെ ഒരു ആളിനെയാണ്. ഇതേപോലെ തെണ്ടുന്നതിന് നമുക്ക് വേണോ? അതല്ല, ഇവൻ നമ്മുടെ പാടത്ത് മറ്റേ കല്ല് കോരുന്ന പയ്യനാണ്. ഇപ്പൊ ഇവന് 15 ലക്ഷമാണ് ശമ്പളം. എന്തെങ്കിലും ഒന്ന് കൂട്ടി കൊടുക്കാൻ. ഇപ്പൊ ഇവന്റെ അച്ഛൻ കിടപ്പിലാണ് സാർ, കിടപ്പിലാണ് അവന്റെ അച്ഛൻ. ഇപ്പൊ പുള്ളിക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല. പണ്ട് പുള്ളി ഒരു ജോലി ചെയ്തതോടുകൂടി കിടന്നു പോയതാണ് സാർ. അപ്പൊ എങ്ങനെയെങ്കിലും അവന് വേണ്ടിട്ട് ഈ ദാരിദ്ര്യം പറയുന്നവർക്കൊക്കെ പൈസ വരി കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് ആണ് വലുത്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ, ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിലിടപെടും.
കരഞ്ഞു കാണിക്കണമെന്നാണ് ഏറ്റവും വലിയ ഫ്രോഡുകൾ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കോടെ ഗ്രാഫ് മേളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലത്തെ കുറച്ച് സെന്റിമെന്റ്സുകൾ നിങ്ങൾ മറക്കണം. ഇവിടെ നമ്മുടെ ഏരിയയില് ഭയങ്കര പവർ കട്ടാണ്, ഇടയ്ക്ക് പോവും. അപ്പൊ ആ കമ്പി ഇടയ്ക്കൊക്കെ പൊട്ടി വീഴും. അതൊന്ന് വലിച്ചു കെട്ടണ പണി ചെയ്യാവാ. ജോലിയും പണ്ണോന്നല്ല പറഞ്ഞേ. എന്നാ പോയി പണ്ണ്. നമുക്ക് വന്ന് അത് ചെയ്യാൻ അപ്പൊ വാസു ഞാൻ വണ്ടി എടുക്കട്ടെ സാർ, വണ്ടി എടുക്കട്ടെ സാർ. അമ്പത്തൂര് വാസു ഇട്ടേക്കുന്ന ഡ്രസ് ഉണ്ടടാ, അതുപോലൊക്കെ ഉച്ചക്കാരനെ പിച്ചക്കാരനെയൊക്കെ ഇവിടെ കേട്ടിടേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? സെന്റിമെന്റ്സിലങ്ങ് എടുത്തു പോയതാണെന്നേ. സെന്റിമെന്റ്സ് താഴത്തെ വർക്കിംഗ് ഏരിയ കാണിച്ചിട്ട് പോയാലോ? എന്ത് പറയുന്നു? പിന്നെ ബാബുവിനെ പറ്റി പറയണേ, ബാബുക്ക് ഇച്ചിരി കഴിവ് തെളിച്ച ആളാട്ടാ. അതുകൊണ്ടാണ് നമ്മള് കൂടെ നിർത്തിയേക്കുന്ന. വണ്ടിയില് നമ്മള് ശരിക്കും പറഞ്ഞ ആള് ഡ്രൈവർ ആണെങ്കില് ബിസിനസ്സിലെ പല മീറ്റിങ്ങിനും വണ്ടി ഇരുന്നാണ് സംസാരിക്കാറ്. വിശ്വസിക്കുന്ന ഒരാളെ ശരിക്കും എന്റെ ഐഡിയാസ് ഒന്നും എനിക്കിതുവരെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അത് കേട്ട് കഴിഞ്ഞാൽ വേറെ ആരെ പറ്റിയും പറയൂല. ആണല്ലേ? അപ്പോഴും വാസുവിന്റെ ഡ്രൈവർ ആവാനാണ് താല്പര്യം എന്നാണ് പറഞ്ഞ കള്ളൻ അണ്ടിയെ അല്ലെ അല്ലിയേ. വാസുവിന് ഡ്രൈവർ ആയാ മതി. മള്ളി ഇതാ ഈ തൊപ്പിതാ ഊരിക്കൊടുത്തേക്ക് ഡ്രൈവർ. വാസു ഫ്രണ്ട് ഒന്ന് ഇങ്ങോട്ട് വരും. ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. എനിക്കിടയ്ക്ക് മുതലാളി ഇതൊരു വിളി വരുന്നുണ്ട് കേട്ടോ. തമാശ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അണ്ടിയെന്ന് മുരളിയോട് വിളിക്കാൻ പറഞ്ഞില്ലേ മള്ളി? അണ്ടിയെന്ന് വിളിക്കാൻ പറഞ്ഞ ആളില്ലേ? മറ്റേ പയ്യനെ നമ്മള് ഈ കാറ്റാടി കഴിയില്ലേ, ഇത് ഇടക്കിടക്ക് നിക്കുന്ന മെഷീനൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അതിനൊക്കെ ഒന്ന് ഉന്തി അല്ലെങ്കിൽ ഊതിയൊക്കെ കറക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് എന്നാ താഴ്ത്തു പോലെ നല്ല വിശപ്പല്ലേ? രണ്ട് ഫാൻ വെക്കണം കേട്ടോടാ. എന്തരല്ലേ ഫാനടാ, ഫാൻ വെക്കണം. ആ ഫാന് എല്ലാ താഴോട്ട് ഇത് ഒഴി പോയാ മതിയാ. നടന്നു പോളൂടാ. സാധാരണ നമ്മള് ഇറങ്ങി ചെന്നിങ്ങനെ തൊഴിലാളികളുടെ കൂടെ പറഞ്ഞു കൊടുക്കാറില്ല, ആദ്യമായിട്ടാണ്. കാരണം വാസുവിനെ നമുക്ക് ഇഷ്ടായിന്ന്. വാസു കൊള്ളാം. എനിക്ക് ഉറപ്പാ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ഇഷ്ടം കൂടി കൂടി വരും. അതെ അതെ, കണ്ടാ മതി ഉറപ്പായിട്ടും. ആദ്യ പറ എനിക്കൊന്നും ഉച്ചയ്ക്ക് ആമർച്ചി മതിയടാ. നീ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാ. എന്തുവലിയേ? ആമർച്ചിയേ? ആമേർച്ചയാ? ഈ കഴിഞ്ഞ ദിവസം അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ബാബുടെ ലേറ്റ് ആണല്ലോ. നീ ഇപ്പഴാണോ വണ്ടി എടുത്തിട്ട് പറഞ്ഞ? നമ്മള് വണ്ടി എടുക്കാൻ ചെന്നപ്പോഴേ വണ്ടിക്ക് പുറത്തൊരു കാക്ക 2000 കലോറിയാണ് ഇപ്പൊ വേണായി പോയത് എന്റെ. ആ കേറ്. അല്ല വാസു കേറ് വണ്ടിയില്. വാസു കേറ്. അല്ലെന്നേ കേറന്ന് കാണട്ടെന്ന്. ബഹുമാനം കൊണ്ടൊന്നും അല്ലെന്നേ. ആദ്യം കയറി പുറകെ ഇരിക്കാൻ പറ്റൂല. ആദ്യം ഒരാൾ ഫ്രണ്ടിൽ കയറണം. അയ്യേ കേർട്ട്. വാസു കേർട്ട്. അല്ലേ വേണ്ട. ആലി ഇഞ്ഞു ആലിയ. അറിയോ റോൾസ് റോയ്സിലൊക്കെ കേറിട്ടുണ്ടോ വാസു? ആദ്യമായിട്ടല്ലേ? ഇതുപോലെ ഒരെണ്ണമൊക്കെ എടുക്കണ്ടേ? ഇവിടെ തെറ്റി. നമ്മുടെ കോയാൻകോയില് റോൾസ് റോയ്സ് ഓണേഴ്സിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. വേറെ ബോർഗിനോ? അത് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഫാക്ടറി. അപ്പൊ ഇന്ന് പോകണ്ട. എത്ര ഏക്കർ ഉണ്ടാവും?
നാലഞ്ചുണ്ടാവും. 4.5 ഏക്കറുണ്ട്. 4 ഉള്ളായിരുന്നു. 1/2 ഏക്കർ ഞാൻ മണ്ണിട്ടങ്ങ് ലാൻഡാക്കി. ലീഗലാണ് സംഭവം. നമ്മുടെ അപ്പച്ചൻ മുത്തുരാമയ്യൻ പുള്ളിയാണ് നമ്മുടെ ഗുരു. മുത്തുരാമയ്യൻ അല്ലേ? അതെ, അപ്പച്ചന്റെ പേരാണേ. പടം ഉണ്ടായിരുന്നിട്ടില്ലായിരുന്നോ? മുത്തുരാമൻ കോയ. മുത്തുരാമൻ കോയ ഇതാണ് വിളിപ്പേര്. മുത്തുവേന്ന് വിളിക്കും. സാർ ഇന്നലെ പറഞ്ഞ കംപ്ലൈന്റ്സ് ഒക്കെ ഏകദേശം ക്ലിയർ ആയെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇന്ന് രാവിലെ ഫുള്ള് മെക്കാനിക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തുട്ടാ ബാബു പറയണ? താഴെ പുകയാണ്. ഇവിടെ ഒന്ന് വന്നേ. അറിയില്ലേ പുള്ളിക്കാരന്മാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മള്ളി മള്ളി അത് ശരിയാക്കി കാണിച്ചത് ഇമ്പ്രസ് ശരിയാക്കി കാണിച്ചു കൊടുക്കും മള്ളി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തുവാടാ ഇത് മൊത്തം പുകയൊക്കെ വരുന്നല്ലോ. നിന്നെ ഒരു പണി ഏൽപ്പിച്ച നീ അയ്യോ ചെയ്യൂടാ. അയ്യോ ഞാനൊരു സർപ്രൈസർ വെച്ചിരുന്നതാ. ഇത് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വാസുവിന് നന്നായിട്ട് അറിയാം. വാസു ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. കൊള്ളാലടാ. മോനെ പുകയൊന്നും അണച്ചടാ മോനെ. മോനെ ആ പുകയൊന്നും അടച്ചാ മോനെ. എടാ വാസു കൊള്ളാം കേട്ടാ, എല്ലാ പണിയെടുക്കും. ഒരു മിനിറ്റ്, ഞാൻ മെഷീനറി ടൂൾ കിറ്റ് ഒന്നും എടുത്തില്ല. ഒരു സെക്കൻഡ്, മെഷീനറി ടൂളാ ഞാൻ ടൂൾ എടുത്തിട്ട് വരുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ. എനിക്ക് ഓർമ്മ വണ്ടിയിലിരിപ്പും ഇതാണ് പന്ന കഴിവേറി നീ കുടം പിടിക്കാത്തത്, മനസ്സിലായോ? അപ്പൊ ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടും മുരളി അത് ശരിയാക്കിയില്ലെന്നും പറഞ്ഞേ. ഇത് ഞാൻ ഇനി എന്ത് വെച്ച് കണക്കും? ഊതി നോക്കാതെ അവിടെ പോയി. ഞാൻ പറഞ്ഞ കൂടി പോവേ. മുരളി ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നൊരു സാധനം ഉണ്ട്. ഫയർ അവിടെ പോയിട്ട് എടുത്താൽ മതി. അത് അങ്ങോട്ട്. അയ്യോ ഓക്കെ ശരി. ജി അമർത്തിയാതി ഇതെടുത്ത് ജി അമർത്തിയാതി എന്നാണ് പറയുന്നത്. ആ പോണ്ടോ? അടിച്ച് ഞാൻ തിരികെ ബാബു. പന്തോക്കെ പിടിച്ച് പറഞ്ഞ കത്തിക്കലടാ മോനെ. ഫാക്ടറി നിന്ന് കത്ത് എന്റെ മുത്തുരാമ ഇത് പ്രോപ്പർ ഫിസിക്സ് ആണ്. ഞാൻ ചെയ്തോളാം. അത് പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തീ കാണിക്കുമ്പോഴത്തേക്ക് ഇരുമ്പുരുകി അതിനകത്തോട്ട് ഇറങ്ങുമ്പോ പുക നിൽക്കും. മനസ്സിലില്ല. അപ്പൊ അതൊരു 5 മിനിറ്റ് ഇത് കാണിക്കുമ്പോഴത്തേക്ക് നിൽക്കും. തനിയെ കുറച്ച് കഴിയുമ്പോ തനിയെ നിന്നോളൂ. അതാ പുള്ളി പറഞ്ഞതാ എനിക്ക്. അതെ. ഇത് ശരിക്കും പുള്ളി എന്നോട് പറഞ്ഞത് ഇത് മെർക്കുറി അൽഫോൺസോ എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. അപ്പൊ അത് ഈ 2 മിനിറ്റ് കാണിച്ചാൽ മതി. മോനെ ഒരു 4 റൗണ്ട് ഇടത്തോട്ട് വലത്തോട്ട് കറങ്ങി അത് അങ്ങോട്ട് പിടിക്കട്ടെ. അങ്ങോട്ട് തീ നമ്മുടെ കയ്യില് ഉരുക്കി ചേർക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ആ മെറ്റൽ തന്നെ നമ്മളവിടെ ഉരുക്കി അങ്ങ് ഇതാക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിപ്പോ ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് നോക്കിയാൽ ഒരു പുക പോലും ഉണ്ടാവും. ഗ്യാരണ്ടി. നീ അങ്ങന്റെ മനസ്സിൽ കയറുവാണല്ലോടാ. ഞാൻ അതാ പറഞ്ഞേ. വാസു ബ്രോ ഒരു മിനിറ്റ്. ഹലോ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ അണ്ടിയെ വിളിക്കാൻ പറഞ്ഞ ആ പുള്ളിയില്ലേ, പുള്ളിക്ക് അതിനോടൊരു ചെറിയ താല്പര്യമുണ്ട്. പുള്ളി സിംഗിളാണ് ശരിക്കും. ഇപ്പൊ മനസ്സിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. ചിലപ്പോ പൈസ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട്. അതിന് 50 രൂപ കൊണ്ട് കൊടുത്താൽ മതി. പറയണില്ല. മുള്ളി പിന്നെ അണ്ടിയെന്ന് വിളിക്കാൻ പറ്റുമ്പോ നീട്ടി വിളിക്കുന്നുണ്ട്. വെൽക്കം. മുള്ളി വാ അവിടെ എന്ത് സെറ്റ് ചെയ്യാൻ പോലെ എല്ലാത്തിലും കയറി ഇടപെട്ടോളാം കേട്ടോ. ഓക്കെ. ഞാൻ എല്ലാത്തിനും മുന്നിട്ട് ഫസ്റ്റ് തന്നെ നിൽക്കാം. പുതിയ ഗ്യാങ് അതെ വാസു എന്റെ മണ്ടല്ലേ പ്രശ്നമാണ്. ലയൻ ബിയും എയും ആയിട്ട് നമ്മുടെ സി സെക്ഷനിൽ കറണ്ട് പോകുന്നത് പിള്ളേര് പറയുന്നുണ്ട്. ഒന്ന് കയറി നോക്കോ മോനെ. 9B യോ? ഒരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട്. ഒരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട്. പുള്ളി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കൂടെയാണ്.
അലിയ ഇത് നമ്മക്ക് കൊള്ളാട്ടാ. ഇത് കൊള്ളാടാ കൊള്ള ഇത് മോനെ. ഒന്ന് കേറി അവിടത്തെ അല്ല അതിനൊന്ന് പ്രശ്നമുണ്ടോ നോക്കുക. അതിന്റെ മണ്ടയിലൊന്ന് കേറിട്ടെ അതിന്റെ ഒരു നട്ടുണ്ട് അതങ്ങാണ്ട് തിരിച്ചാ ശരിയാവുന്നാണ് പറഞ്ഞതേ. സൈഡിൽ കൂടി കേറിയാ മതി. അവിടെ സൈഡിൽ കൂടി കേറിയാ മതി. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. 9A-ലും B-ലും ഒരുമിച്ച് ഈ പ്രശ്നം വരുവാണെങ്കിൽ ഇതിന്റെ മെയിൻ സപ്ലൈ വരുന്നത് സിയിൽ നിന്നാണ്. അപ്പൊ സിയിൽ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് പണിയെടുത്താൽ മതി. എയും ബിയും ഓട്ടോമാറ്റിക് ശരിയാവും. എന്തിന് രണ്ടിടത്ത് നമ്മൾ സമയം കളയണം? ഞാൻ സി ശരിയാക്കിട്ടൂല. നമ്മുടെ കനകം വർക്ക് ചെയ്യണേ പറയുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒന്ന് മേലോട്ട് കയറി ഇതിന്റെ മേലോട്ട് കയറി ചുമ്മാ. ഹലോ മോനെ. ഹലോ മോനെ എന്നാലും നീ ഒന്ന് കേറി ഇവിടെ പായലുണ്ടല്ലോ വെള്ളം വീണ്ടെന്ന് നീ ഒന്ന് കേറി നോക്കി. ഇവിടെ ഒന്ന് കേറാൻ പറ്റും. കേറി നോക്കിയൊന്ന് മോനെ. അവിടെ അല്ല ഇവിടെ മോനെ. മോനെ ആ ശരിയായി സൗണ്ട് കേട്ട് ശരിയായി. സാധനം ശരിയായി. മെഷീന്റെ സൗണ്ട് കേട്ട് ഞാനിപ്പോ കൊള്ളടാ. ഒരു വർഷമായിട്ട് കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പഴാണ് മെഷീന്റെ സൗണ്ട് കേട്ടെ. എടാ അരിയേ. ഹലോ കനകം. അത് മെസ്സി ശരിയായ സൗണ്ടല്ല, എന്റെ അണ്ടിക്ക് കറണ്ടടിച്ചതാ. കുഴപ്പമില്ല. ഈ അണ്ടിക്കകത്ത് വെളി പറയാതിരുന്നാ മതി. അവര് ജോലി ചെയ്യും എന്തായാലും. പഠിച്ചിട്ടുണ്ടോ? ശരിക്കും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തിന്റെ കേടാ? നീ എന്തിനു ഈ അനാവശ്യ കാര്യങ്ങൾ പറയണേ? പറഞ്ഞാൽ ഈ ജോലി എങ്ങനെയും എനിക്ക് മുള്ളിക്ക് വാങ്ങി തരണം. ജോലിയല്ല നീ എനിക്ക് മേടിച്ചു തരുന്നേ, പണി. അങ്ങനെ പറ. ഒന്നല്ലേ രണ്ടും ശമ്പളമുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട. അവരെന്തൊക്കെ അടുത്ത ജോലി അലിക്കുന്നതിന് മുന്നേ ഇത് എങ്ങനെയും ഇപ്പം ആക്ച്വലി നമ്മുടെ എല്ലാ യൂണിറ്റ്സും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. യൂണിറ്റ്സ് എല്ലാം എന്റെ നമ്മളെ വിളിച്ചിരുന്നു. കനകം നമ്മുടെ ഒരു മാനേജർ പോലൊക്കെയാണ് താഴത്തെ. അപ്പൊ എല്ലാം ഓക്കെ. ലൈറ്റ് എല്ലാം തെളിഞ്ഞ് ഇപ്പൊ എല്ലാം ഓക്കെ. കംപ്ലീറ്റ് മെഷീനറി എല്ലാ സൈഡും ഓക്കെയാണ്. ഞാനിപ്പോ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാ വരുന്നത്. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഫുള്ള് ചെക്ക് ചെയ്ത്. കറണ്ടിന്റെ സൈഡ് ഫുൾ ഓക്കെയാണ്. ഇനി പിന്നെ എനിക്ക് ഒരു സജഷൻ പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ കിഴക്കേ സൈഡിൽ ഈ രണ്ട് സൈഡിലത്തെയും CCTV ആംഗിളിൽ നമുക്ക് കറക്റ്റ് വിഷ്വൽ ഇല്ല. അപ്പൊ ഞാൻ നാളെ തന്നെ രാവിലെ തന്നെ ഈ രണ്ട് സൈഡിൽ ഒരു CCTV കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയാണ് ആദ്യം നോക്കേണ്ടത്. അല്ലല്ല അത് നമ്മള് മാറ്റിയതാണ് CCTV. അത് വീട്ടിലിരുന്ന് വെള്ളം അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് അടിക്കുന്നത്. അപ്പൊ നമ്മളായിട്ടൊക്കെ മാറ്റിയതാ. വാസു അത് കണ്ടുപിടിച്ച കള്ളൻ. ഇവിടെ ആരും അത് കണ്ടിച്ച് ബാബുവിൽ കണ്ടിട്ടില്ല. ഇവിടെ CCTV ഇല്ലാത്ത. ഞാൻ ആക്ച്വലി നമ്മളെ സാറായിട്ട് മാറ്റിയതാണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ സെക്യൂരിറ്റി റീസൺസിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ കേട്ടോ നമുക്ക് അടിക്കാം. അത് വാസുവേ രാത്രി ചെയ്യാൻ പോകുന്ന നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാൻ. എല്ലാം ശ്രദ്ധിക്കണമല്ലോ നമ്മള്. ഇവിടുത്തെ ഏകദേശമുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അകത്ത് കുറച്ച് ഓയിൽ എന്തോ ലീക്ക് ആയിട്ട് അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നാളത്തേക്ക് സെറ്റ് ചെയ്താൽ മതിയോ? കാണിച്ചു കൊടുക്കണ്ടേ? ആ ഓക്കെ. അല്ല സാർ അത് ശരിയാണ്. പണിക്കാരൊക്കെ പണിക്കാരൊക്കെ ഒന്ന് കാണണ്ടേ? ബ്രോ താഴെ സ്പ്രെഡ് ആയിക്കോട്ടെ. ഓയിൽ നക്കി എടുപ്പിക്കാനാണോ നിനക്ക് എന്നെ അവിടെ കൊണ്ടുപോയിട്ട്? അല്ല അത് നാളെ കൊണ്ടുവരാം. ഇപ്പൊ പോകുമ്പോ കാണൂല്ലേ അവര് താഴെ കൂടെ. മുള്ളി ലെഫ്റ്റ് പിടിച്ച് നടക്കേ, റൈറ്റ് പിടിച്ച് നടന്ന ഉറപ്പായിട്ട് ഉറപ്പിക്കും. ഒരു കാര്യം പറയട്ടെ, മുമ്പേ കത്തിച്ച സാധനമില്ലേ അതിന്റെ അടുത്തോട്ട് പോകണ്ട. അത് ഇപ്പോഴും പുകയായിരിക്കും. ലെഫ്റ്റ് ഇത് ഭയങ്കര പുകയാണല്ലോ മോനെ. ഇടയ്ക്കുണ്ടല്ലോ ഈ പുക ഓവറാകുമ്പോ ഒന്ന് പൊത്തി പിടിക്കുന്ന പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം. ഒന്ന് പൊത്തണം ഈ പുകയൊക്കെ ഒന്ന്. പുക പൊത്തണ്ട. അത് അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്. നമുക്ക് മെഷീനറീസ് കൊണ്ടുവരാം. ഞാൻ നാളെ തന്നെ ഓർഡർ ചെയ്യാം. എന്താണ് മോന്റെ പ്ലാനിലുള്ള ഒരു ഐഡിയ എന്താണെന്ന് വിസ്തരിക്കാവോ? എനിക്കൊന്ന് പൊത്തി പിടിക്കുന്നതായിരിക്കും ചിലവ് കുറവ്. അതാണ് ചെലവൂറല്ലേ. ബാബു നാളെ രാവിലെ ഒന്നൊന്ന് പൊത്തിക്കോട്ടോ. അതായത് നമുക്ക് മാർക്കറ്റില് വിവിധ തരം എക്യുപ്മെന്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് നാളെ തന്നെ ഇതൊന്നും നിങ്ങൾക്ക് 1 രൂപ പോലും ചെലവില്ലാതെ എല്ലാ മെഷീനറീസ് ഇവിടെ എത്തിക്കാം. നിങ്ങൾക്ക് ചെലവൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരാം.
ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ് ആന്റിയെ. അത്രേ ഉള്ളൂ. അതുവേ ഞാനേ പിന്നെ അപ്പം വാസുവിന് എന്താണ് നമ്മളെ പറ്റിയ അഭിപ്രായം, കമ്പനീനെ പറ്റിയ അഭിപ്രായം എല്ലാം പറയാ ഒരു സെക്കൻഡ് കേൾക്കട്ടെ. എനിക്ക് തരൂ, ഒരു സെക്കൻഡ്, ഒറ്റ മിനിറ്റ്. ആ ബാബുവേ, കൊടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ. പള്ളി കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇറക്കിയിട്ട് കുറച്ച് പൈസ വാരാനുള്ള പരിപാടിയാണ്. നാളെ തന്നെ ഞാൻ മെഷീനറീസ് എല്ലാം കൊണ്ടുവരും. ഓ ശരി 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 മള്ളി സെറ്റ്. ഇത് പൊത്തി അടച്ചു കഴിഞ്ഞാൽ മള്ളി എനിക്ക് തോന്നുന്നു മള്ളിക്ക് ഉറപ്പായിട്ടും നല്ല ഇല്ല ഒരു കാര്യം കളർ മാറ്റി വെള്ളയാക്കിയല്ല നാളെ. കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തിട്ട് ഉത്തരത്തിലുള്ളത് കിട്ടിയില്ലെങ്കിൽ നിന്റെ സാമാനം വെട്ടി ഞാൻ കടലിലെറിയും. ഒരു സംശയം വേണ്ട. മള്ളി ഞാൻ ചെയ്ത ജോലിക്കുള്ള ശമ്പളം എനിക്ക് കിട്ടി. പിന്നെ മുരളിയുടെ കഴിവാണ്. മുരളിൽ നിന്ന് കണ്ണടച്ചു കൊടുത്താൽ എന്തായാലും അണ്ടി ശമ്പളം തരും. അടിക്ക് മുരളി. മുരളിയെ ഡാമിറ്റിന് ശേഷം അടുത്ത അവതാരം കാത്തിക്കുന്നേട്ടാ അണ്ടിയെ ഓടിച്ചെന്ന് അടുത്ത പണിയാകാം. ഇതാണ് സാധനമൊക്കെ എവിടുന്ന് വരുന്നല്ലേ. സാർ പറഞ്ഞു. വാസുവേ പറ. സാർ എനിക്ക് ഓവറോൾ നിങ്ങളുടെ ഡീലിങ്സ് ഒക്കെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് ഞാനും നേരത്തെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോണു ശരിക്കും പറഞ്ഞു. ഇത്രയും ഇങ്ങനെ ഇതായിരുന്നു എന്റെ ഒരു ആഗ്രഹം, ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ചെയ്യണം. പക്ഷെ ഇതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് സാർ. പക്ഷെ ആരെയും കൊന്നും ആരെയും വഞ്ചിച്ചും ചീറ്റ് ചെയ്തിട്ടൊന്നും എനിക്ക് പൈസ ഉണ്ടാക്കണ്ട. നിങ്ങളുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന് ഇതെല്ലാം ഒരു നിലയിലെത്തിച്ച് ഞാനായിട്ട് ഇതാക്കിക്കോളാം സാർ. എനിക്ക് നിങ്ങളുടെ കമ്പനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു നിഴല് പോലെ നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാൻ റെഡിയാണ്. ആ നിഴലിന്റെ ഒരു നിഴലായിട്ട് ഞാനും. ആലോചിക്കാമേ. വാസു കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു പുള്ളിയോട്, ഞാൻ പറഞ്ഞു അണ്ടി സാർ ഇതുപോലെ ഒരാളെ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം. പറഞ്ഞിട്ടുണ്ട്. വാസുവിനത് പറഞ്ഞ മനസ്സിലായല്ലോ. മനസ്സിലായി പറഞ്ഞു. അണ്ടിയെ സാറൊന്നും വിളിക്കില്ലേ ബാബുവേ? ഗ്രൗണ്ട് ടെസ്റ്റ് അതൊക്കെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓടി നടന്ന് എല്ലാ കമ്പിയും കെട്ടുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും ഒരു ഗ്രൗണ്ട് ടെസ്റ്റ് കൂടെ ഉണ്ട്, ഞാൻ പറയാം. വരെ ബാബാ അലിസാറിന് അലിസാറ് ഇച്ചിരി ടെസ്റ്റ് തരുന്നതിൽ ഇച്ചിരി കൂടുതലാ. അതാ അലിസാറിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൊന്നുവരെ നോക്കും കേട്ടോ. പിന്നെ കാണിച്ചു കൊടുക്കണം. ഡീറ്റെയിലായിട്ട് വേണ്ട. പെട്ടെന്ന് പോയാന്ന് പൊത്തി പിടിച്ച പെട്ടെന്ന് പോയാന്ന് പൊത്തി പിടിച്ചതൊന്ന് കെടുത്തിയ പെട്ടെന്ന്. ഹലോ നമ്മുടെ മിഷനറീസ് അണ്ടിയെ ഒരു 4 ലക്ഷത്തിന്റെ ടെസ്റ്റ് ഒന്ന് ഇതായി പോയിടാ. കുഴപ്പമില്ല പൊട്ടിയത് പുതിയത് വെക്കാനിപ്പം. അതെ ഒരു ടെസ്റ്റ് ആയിരുന്നേ അത്. നമ്മൾ ഈ വെടി വെക്കുമ്പോ അതിനകത്തുനിന്ന് ഒരു തീപ്പൊരി തെറിക്കും. അത് പൊത്തിപ്പിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പൊത്തിപ്പിടിക്കോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ബാബുവിനോട് പറഞ്ഞപ്പം ആ തീ പൊത്തിപ്പിടിക്കാൻ പൊട്ടം പോയി. അപ്പൊ തന്നെ അടുത്ത് കളയായിരുന്നേ മണ്ടൻ. ബുദ്ധിയില്ലാത്ത ആൾക്കാരെ എന്ത് ചെയ്യും. ഞാൻ തോന്നല്ലേ കൊണ്ടുവന്നത്. അബേ നന്ദി, എന്നെ ഇവിടെ തന്നെ എത്തിച്ചല്ലോ. ഇതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാറ് ഇന്ന് മുതല് എല്ലാ ദിവസവും ഇവിടെ കാണും. ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ചെറിയൊരു മറവി ഉണ്ട് കേട്ടോ. പറഞ്ഞോണ്ടിരിക്കുക അവര് വീണ്ടും. അല്ലെന്ന് അത് അവരുടെ പ്രശ്നമാണ്. എന്റെ അടുത്ത് ഒരു ദിവസം ഒരേ കാര്യം 10 പ്രാവശ്യം പറയും. ഇനി രാവിലെ കാപ്പി കുടിക്കുന്നത് 10 പ്രാവശ്യം, ഉച്ചക്ക് ചോറ്. എന്തുട്ട് ഡ്രൈവർ നമ്മളിനി അവിടെ വരെ നടക്കണോ? മണ്ണുണ്ണി നമ്മളങ്ങ് നടന്ന കൂടെ നടക്കുന്ന ഇവൻ അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തേ. അതാണ് സത്യം. വാസു നമ്മുടെ ശരിക്കുള്ള പണി എന്ന് പറയുന്നത് അകത്താണ്. ഇപ്പൊ കാണാൻ പോകുന്നിടത്താണ്. അവിടെ
നമ്മള് ആദ്യമായിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. കാരണം നമ്മള് മുതലാളികൾ അങ്ങനെ പണിക്കാരുടെ അടുത്ത് പോവാറില്ല. പൈസ കൊടുക്കാൻ നേരത്തെ മാത്രം. ഇനി നിങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഞാൻ തന്നെ ഹാൻഡ് ഓവർ ചെയ്തോളാം. നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. അത്രേ ഉള്ളു വാസുവേ. വാ വാസുവേ. എടാ നീ എന്താ എന്തുട്ടടാ ഇത്? ഏത് വഴിയിലൂടെ കയറ്റിക്കൊണ്ട് വരുന്നേ? കയറ്റിക്കൊണ്ട് പോകാ. കറങ്ങി വന്നാലേ പെട്രോൾ നഷ്ടം, അതുകൊണ്ട് ഇതുവരെ കൊടുക്കേണ്ടത്. ഹലോ, നിങ്ങൾക്ക് ലാഭിച്ചതായിരുന്നു. ആ കുഴപ്പമില്ല, ബസ് കേറുക. ആള് പോയാ? ഇല്ല, വന്നു, ഞാനെത്തി. ഒന്ന് ബാക്ക് എടുത്ത് റിവേഴ്സ് എടുത്ത് റിവേഴ്സ് ഒന്ന് അയാളുടെ അടുത്തോട്ട് നിർത്തി. അയാളുടെ അടുത്തോട്ട് എടാ ബാബോ, അയാളുടെ അടുത്തോട്ട് അടുത്തോട്ട് എന്തൊക്കെ ശവി കാണിക്കണേ. ഹലോ, പണിയൊക്കെ நல்லா இருக்கு சார், நல்லா இருக்கு சார், நல்லா இருக்கு சார், நல்ல வேலை சார். നന്നായിട്ട് പോകുന്നില്ലേ? ஆமா சார், ஆமா சார், நல்லா இருக்கு சார். எல்லா லைன்ஸும் கனெக்ட் பண்ணிட்டு சார், லைட் மிக்ஸி எல்லாம் ஒர்க் பண்ணிட்டு சார். டோன்ட் வெரி சார். എന്റെ ഓഫീസർ വെച്ചാളാ? ஆமா சார், அது ஒர்க் பண்ணல சார், அது ஃபிக்ஸ் பண்ணிட்டு சார். സ്വർണ്ണ വള എന്നോട് അല്ലടാ? அல்ல சார், இதெல்லாம் கோல்டு சார். எல்லாம் சார், இதெல்லாம் முக்கியமான சார். പിടിക്കണില്ല சார், எல்லாம் ஊர்த்தர சார். இது என்ன இல்ல சார், எல்லாம் முக்கியமான சார். கோல்டு இல்ல. കഴിഞ്ഞിട്ട് ഓഫീസിൽ വാ നീ. ஆமா சார், வேற சார் கொஞ்சம் கூட வெல்டிங் இருக்கு சார். அதுக்கப்புறம் என்ன போதுமா சார், வேலை முடிஞ்சதுக்கு அப்புறம் சார். ஓகே சார். നിങ്ങൾക്ക് മനസ്സിലായോ പുള്ളി ചെറിയ ആക്ച്വലി തമിഴാണ്, അതുകൊണ്ടാണ്. അതെ അവന് സംസാരിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കൊള്ളാം, നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് തന്നെ ചെയ്തു സാർ. സത്യം, അവൻ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്ന പണിയാണ് ഈ കമ്പി തമ്മിൽ പിടിച്ച് ചേർക്കുന്നതൊക്കെ. ഇതാണ് നമ്മളെ ബാക്ക് എടുത്ത മോനെ, നമ്മുടെ മുത്തരാമൻ, നമ്മുടെ ബിഗ് ഫാദർ. അതാണ് ആ ചുമരിന്മേലുള്ള മോനെ. ചുമരിലാളെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ ചെങ്കടിയാണ്. അപ്പം വാസുവിന് കാണാൻ പോകുന്ന ശരിക്കുള്ള പണിയേരിയാണ് കേട്ടോ. നമ്മുടെ അവിടെയാണ് മെയിൻ എന്ന് പറഞ്ഞാ വാസുവിന്റെ അച്ഛനാണ്. അപ്പൊ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാ വാസുവിന്റെ കമ്പനി എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യണം. ഓ, ഉറപ്പായിട്ട്. ഇതാണല്ലേ നിങ്ങളുടെ മുത്തച്ഛൻ? മുത്തുരാമയ്യൻ. മുത്തുരാമയ്യൻ. ചിലപ്പോ തുരങ്കത്തിലേക്ക് കൊണ്ടുപോകണം. ഒന്ന് കാണിച്ചു കൊടുക്കാം, ജസ്റ്റ് എല്ലാം അറിയണമല്ലോ. പുള്ളിയെടുത്ത് സൈൻ ചെയ്ത് ജോബായിട്ട് ഓഫീസിൽ നിർത്തരട്ടെ, പുള്ളിയുടെ ജോബ് ഒന്ന് സൈൻ ചെയ്യാവോ? നീ കൂടി ജോലി കയറി, എന്നെ കൂടി പറഞ്ഞുതരാം. എപ്പോഴും ഇരിക്കാൻ പറ്റൂലല്ലോ ഇങ്ങനെ. തുരങ്കം ഒന്ന് കാണിച്ചിട്ട് സൈൻ ചെയ്യാല്ലേ, അതുകൂടെ കാണിച്ചു കൊടുക്കല്ലേ. ധൃതിയില്ലല്ലോ, നമുക്ക് എല്ലാ ദിവസവും കാണാം. പിന്നെ കുഴപ്പമില്ല, എന്നാ പിന്നെ സൈൻ ചെയ്യല്ലേ. കൂടെ തന്നെ കാണുമല്ലോ. സാർ, നമ്മുടെ ഇവിടുത്തെ സൗത്ത് സൈഡിലെ ഇതൊന്ന് മെഷീനറീസ് ഒന്ന് കൊളാപ്സ് ആയതാണ്, അതിന്റെ ശബ്ദമാണ് കേട്ടത്. അത് ഉടനെ തന്നെ ഫിക്സ് ചെയ്യാൻ വിളിച്ചു പറഞ്ഞു. ഓക്കെ വരിക, റൂമിലോട്ട് പോവാം നമുക്ക്. കഴിഞ്ഞ കൺഫേം ആയിട്ട് ശമ്പളം കിട്ടും കേട്ടോ. ഈ ജോലിയും കൂടെ എങ്ങനെയല്ലേ ചെയ്ത് തീർക്കണേ? വാസുവിനെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സംസാരത്തിലൊരു മറ്റേതില്ലേ? ഇഷ്ടപ്പെട്ടു. ഒരു കുണ്ടന്റെ സൈൻ ചെയ്താലോടാ വാസു. സൈൻ ചെയ്യാം. ഒരു സൈനം കിട്. അലിയേ, ഇത് വർക്കിംഗ് അല്ലേ?
അലി സംസാരിക്കുന്നില്ല, നമുക്കൊന്നും കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നില്ലടാ, ഞാനിങ്ങനെ സംസാരിക്കല്ലടാ വണ്ടിയേ. അലിയേ കേട്ടൂടെ? ആ, ഇവിടെ ക്യാബില്ലടാ, ഇവിടെ അവന്റെ അടുത്ത് കൈവെക്കാൻ പറ. കൈവെക്ക്. ഓ ഓ, ആ കൈ വെച്ച്. അത് മതി. ഫിംഗർ ആ, പ്രിന്റ് അതിന്റെ വെച്ചിട്ട് പുതിയ റിപ്പോർട്ട് കുറച്ചിട്ട് മെഷീനാണ്. ഞാൻ എടുത്ത് നോക്കാം. അല്ല, എന്റെ സാലറി പറ്റി ഒന്നും പറഞ്ഞില്ല. അത് സാലറി അത് കാരണം വർക്ക് ഇതെല്ലാം നോക്കി അനുസരിച്ച് വെക്ക്. ഇതെല്ലാം എങ്ങനെയാണ്? നോക്കി verify ചെയ്തിട്ട് സാലറി നമ്മള് പറയാം. അതെ, എത്ര പിന്നെ ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റുമായിരിക്കും? വാസു ഇപ്പം ശരിക്കും താല്പര്യല്ലേ? പിന്നല്ലാതെ നമ്മളെ ഈ കമ്പനി സാലറി ഒരു പ്രശ്നമല്ല നമുക്ക്. അത്രേ ഉള്ളു. സത്യം എന്തെങ്കിലും വാസുവിന്റെ ഒറ്റ- പേര് വിളിക്കുമ്പോ തന്നെ ആ ഒരു എനിക്കത് അറിയുന്നുണ്ട്. അതെ, സാലറി നമുക്ക് പ്രശ്നമേ അല്ല. അത്രേ ഉള്ളു. ആ, അപ്പൊ വാസു നമുക്ക് അങ്ങ് ഇവിടെ ശരിക്കും പറഞ്ഞാല് ബാബു നിക്കുന്നോണ്ട് പറയുന്നതാണ്. ഇവിടെ സൈനിങ് എന്ന് പറഞ്ഞാല് ഉം. എങ്ങനെയാന്ന് വാസുവിനോട് പറഞ്ഞായിരുന്ന? ഇല്ല. നമ്മൾ ഇച്ചിരി സ്നേഹം കൊടുക്കുന്ന കൂട്ടത്തിലാണേ. അതെ. എല്ലാരെയും സ്നേഹിക്കും. കോയെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു മറുഭാഗം എന്ന് അതെ. വേണമെങ്കിൽ പറയാം. അതെ. കവിളിൽ ഒരു മുത്തം തന്ന് സൈൻ ചെയ്തോടെ മുന്നേ കാസുവേ. ഒരു മിനിറ്റ്. കാസുവേ വന്നടാ. എന്റെ കഴിവറ പോലെ കുണ്ടന്മാർക്ക് കൊടുക്കുന്നുണ്ടോ? ശമ്പളം കിട്ടിയ ശമ്പളം കിട്ടാൻ കുഴിഞ്ഞെന്ന് കൊടുക്കണോ? ഒന്നും കൂടെ ചോദിച്ചു, ഒന്നും കൂടെ ചിലപ്പോ അവർക്ക് തെറ്റിയതാണെങ്കിലോ? ഹലോ. അയ്യോ വാസുവേ പറയടാ. ആ, അല്ല, ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടെ വേണം. അവിടെ ഇന്ന് നൈറ്റ് നമ്മളൊന്ന് പറഞ്ഞാ മതി. ഞാന് പറഞ്ഞില്ല CCTV മാറ്റിയ സ്ഥലമില്ലേ, ആ, അവിടെ നമ്മക്കൊന്ന് കൂടണല്ലോടാ. ഇന്ന് കൂടാം, നമുക്ക് കുപ്പിയൊക്കെ എടുക്കാം. വേറൊരു ദിവസം വരാം. ഇന്ന് തുടക്ക ദിവസം അടുത്ത ദിവസമല്ലടാ, ഇന്ന് first ദിവസമല്ലേ? അല്ലല്ല, ജോലി കിട്ടിയ ദിവസം ആയതുകൊണ്ട് എനിക്ക് എന്റെ ബന്ധുക്കാർക്ക് കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒരു ചെറിയൊരു ചെലവൊക്കെ ചെയ്യണം. അപ്പൊ അവരുടെ അടുത്തൊന്ന് പോയി സംസാരിക്കുകയൊക്കെ വേണം. എന്താ വേറൊരു എന്നാ പിന്നെ പോട്ട് നടക്കട്ടെ. ഒരു കെട്ടിപ്പിടുത്തൊക്കെ ആവാം. വാസുവേ വരണ നാളെ. വരാം. ആ അപ്പൊ വാസുവിന്റെ യൂണിഫോമിനെ പറ്റി വല്ലതും പറഞ്ഞായിരുന്ന? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അണ്ടിയെ. അലിയേ വണ്ടിയേ. അത് ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ആ താഴ്ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും ധൃതി ഉണ്ടെന്നല്ലേ പറഞ്ഞ. ഇന്നിനിപ്പൊ വേണ്ട. അപ്പൊ അവിടെ ഇച്ചിരി ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മാക്സിമം ഷർട്ട് വേണ്ട. ഷർട്ട് ഇടാതെ എങ്ങനെയാണ് നമ്മള് ജോലി എടുക്കുന്നത്? ആ ഷർട്ട് ഇടുവാണെങ്കിൽ ഇട്ടോ, പക്ഷെ നല്ല ചൂടായിരിക്കും. അവന്റെ ഇഷ്ടമല്ലടാ. അത് അവന്റെ ഇഷ്ടാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളു. ഇല്ല, കുഴപ്പമില്ല. ചൂടാണെങ്കിൽ ഞാൻ ഷർട്ട് ഇട്ടോളാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലട്ടാ. പിന്നെ സീനില്ല. എന്തായാലും വേണോടാ, പൊറട്ടിറച്ചും വല്ല വേണോടാ. പിന്നെ ഫുഡൊക്കെ കഴിച്ചാ നീ? പിന്നെ കംഫർട്ടബിളും ഉണ്ടായിരിക്കും. ഞാൻ എടുക്കുന്ന പോലെ ഈ ഒരു മുണ്ട് ഞാൻ സെറ്റ് ചെയ്യേ. ഷർട്ട് ഏതെങ്കിലും ഇട്ടോ, മുണ്ട് എടുത്തോണ്ട് വന്നാ മതി കേട്ടാ. അപ്പൊ നമുക്ക് പണി ഷടപടയെന്ന് ഊരി വെച്ചിട്ട് തുടങ്ങാം. വാസു പറഞ്ഞ പോലെ ഷടപടേന്നാവണ എല്ലാം. വെച്ചടി കയറ്റം. അതാണ് എന്റെ സ്വപ്നം. അടിയോടടി. അത്രേ ഉള്ളു. സെറ്റാക്കാം. ഞാനെന്നാ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യാം. ഞാൻ എന്റെ നാളെ വരണം. വീട്ടുകാരുടെ അടുത്തെല്ലാം ഒന്ന് പറയട്ടെ ജോലി കിട്ടിയത്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഏട്ടാ. എന്തായാലും അണ്ടി ബ്രദേഴ്സിന്. ഓക്കെ. കോയ ബ്രദേഴ്സ്. അലിയെ അപ്പം പിന്നെ പറഞ്ഞേക്കല്ലടാ ഇന്നത്തേക്ക്. തിരക്കിലേറെ നമ്മള് താഴത്തെ കൂടി കാണിക്കാറില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. അത് ഞാൻ കാണാൻ വരാം. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഇനി വാസുവിനെ ഇങ്ങോട്ട് വെച്ചടി കയറ്റുമായിരിക്കും നമ്മക്കും. പോയിട്ട് വരാം. മനസ്സിലായി. സാർ നിങ്ങളുടെ വണ്ടി ഒന്ന് എടുത്തോട്ടെ. ഞാൻ പുള്ളി ഒന്ന് കൊണ്ടാക്കിട്ട് വന്നോട്ടെ. കഴിഞ്ഞ ആഴ്ച നീ നമ്മളെ വണ്ടി എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ നോക്കിയപ്പോ നീ ഊട്ടിയിലായിരുന്നല്ലോടാ. അതെ സാർ, അത് ഒരു അത്യാവശ്യത്തിന് വേറെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി പോയതാണ്. ഈ വണ്ടി നിന്റെ ഇല്ലാത്ത തന്തയുടെ വണ്ടി ഒന്നുമല്ലടാ ഇങ്ങനെ എടുത്ത്? അല്ല, ഉള്ള സന്ദേശം വണ്ടിയല്ല. അപ്പൊ ഇനി എങ്ങനെ പോലട്ടാ? ഒരിക്കലും ഇല്ല സാർ, ഒരിക്കലും ഇല്ല.
അതനുസരിച്ചിരുന്നാ മതി. നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ബാബുവിന് ഓക്കെ വാസു വരും കൊണ്ടായി തരാം. പോയിട്ട് വന്നേനി. അപ്പം താങ്ക് യു വാസുവേ. ഓക്കെ ഓക്കെ ശരിയെന്ന്. ഇനി ഇവൻ തോന്നുന്ന പോലെ വണ്ടി ഒന്നും എടുക്കാതെ എന്താ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഏറ്റു അത്രേ ഉള്ളൂ വാസുവേ. എന്നാ അപ്പം ഓക്കെ താങ്ക് യു.